ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ ഹാപ്പി ആവുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഒട്ടിച്ചിട്ട് മറ്റേ സൈഡ് ഇതാല്, എന്നിട്ട് ഗ്ലിറ്റർ അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ചിട്ടിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ ഇതിങ്ങനെ ഗ്ലിറ്റർ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പർപ്പിൾ കളറും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറുമായിട്ടാണ് ഇതേപോലെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റിക്കായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ അത് കട്ട് ചെയ്യുക. എന്നിട്ട് വേറൊരു പീസ് കൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ മടക്കുകളൊന്നും ഇല്ലാതെ ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ ഇതേപോലെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഒട്ടിച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു ബട്ടർഫ്ലൈനെ പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൽ ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബട്ടർഫ്ലൈ എങ്ങനെയാണ് ഈസി ആയിട്ട് വരയ്ക്കാമെന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഐക്കാർഡിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്തെടുത്ത ഔട്ട്ലൈനൊക്കെ വരച്ച് നമ്മൾ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ആ ഒരു ഗ്ലിറ്റർ വരുന്ന ഭാഗത്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ എത്ര വലുപ്പമുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഗ്ലിറ്റർ ആ ഒരു സെല്ലോ ടേപ്പിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്നും കൂടെ ഒന്ന് വരച്ചൊക്കെ കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ അത് പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത പരിപാടി. അപ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ സെല്ലോ ടേപ്പ് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞാണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വിട്ട് പോരും കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യമേ ബട്ടർഫ്ലൈ വരച്ചിട്ട് കുറച്ച് എക്സസ് ആയിട്ട് നിർത്തേണ്ടി വരും. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട കേട്ടോ, ഇതിനുള്ള പരിപാടി കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാതും കട്ട് ചെയ്ത് എടുക്കുക. ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ടും ഭംഗിയായിട്ടും നമ്മളിത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒന്ന് സൈഡുകൾ നമ്മളൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇങ്ങനെ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉരുക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഫിക്സ് ആയിക്കോളും. ചിലപ്പോൾ അത് ഫിക്സ് ഒരുപാടാക്കുമ്പോൾ അത് നന്നായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ വേറൊരു മെത്തേഡും കൂടെ നമുക്ക് ചെയ്യാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 2 പീസുകൾ സെപ്പറേറ്റ് ആയിട്ട് പറിച്ചെടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവുന്ന ഗ്ലൂ, ഒന്നുകിൽ ഫെവിക്കോളിൻ്റെ ഈ ഗ്ലൂ, അതല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് കളറുള്ള ഗ്ലൂകളുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമ്മുടെ അടുത്ത പീസും കൂടെ മുകളിലോട്ട് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഫെവിക്കോളിൻ്റെ ഗ്ലൂ വൈറ്റ് കളറാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറുന്ന ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ഗോൾഡിനും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി പർപ്പിൾ നിങ്ങൾ ഇഷ്ടമായത് ഗോൾഡാണ് കേട്ടോ. റിയൽ ആയിട്ട് കാണാനായിട്ട് ഗോൾഡാണ് കുറച്ചുകൂടി ഭംഗി. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ബോഡി വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ മടക്കി കൊടുക്കുക. അപ്പോൾ ഗ്ലൂ ഇട്ടോടത്ത് തന്നെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിയുമ്പോൾ അത് നന്നായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഹെയർ ബോ ഉണ്ടല്ലോ അതിലോട്ട് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമുക്ക് ടിക് ടാക് ക്ലിപ്പിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 പീസായിട്ട് ഒട്ടിക്കാൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ വെച്ച് വേണ്ട എന്ന് വെച്ചിട്ട് ഈ ഒരു പീസിന് ഒന്നുകൂടെ ചെറുതാക്കി കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ഒരു ഡബിൾ ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി എന്ന് പറയണം. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റായിട്ട് ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.